ഭരണ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരത്തിൽ ഇത്തവണയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് അഭിമാനാർഹമായ നേട്ടം. 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി 3ാം സ്ഥാനവും മഹാത്മാ പുരസ്കാരം 2ാം സ്ഥാനവുമാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനെ തേടിയെത്തിയത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ബ്ലോക്ക് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പാക്കിയ നൂതനവും വികസനോന്മുഖവുമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന തലത്തിൽ അംഗീകരിക്കപ്പെട്ടത്. സംസ്ഥാന ചരിത്രത്തിലാദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഒരേ വർഷം സ്വരാജ് ട്രോഫിയും മഹാത്മാ പുരസ്കാരവും നേടാൻ സാധിച്ചു എന്നതും അഭിമാനകരമാണ്. ഒരു ഇരട്ട നേട്ടമാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ കൈവന്നിരിക്കുന്നത്. കേരളത്തിനകത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ 3ാം സ്ഥാനം സ്വരാജ് ട്രോഫിയും 30 ലക്ഷം രൂപയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ലഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് വീണ്ടും ഒരു അവാർഡാണ് കേരളത്തിനകത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാ പുരസ്കാരം 2ാം സ്ഥാനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ കൈവന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ നവവികസന കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുകൊണ്ട് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ സംസ്ഥാന തലത്തിലെ അപൂർവമായിട്ടുള്ള ചരിത്ര നേട്ടം മുൻവർഷം നമുക്കേവർക്കും അറിയുന്നത് പോലെ സംസ്ഥാനത്ത് 1ാം സ്ഥാനമായിരുന്നു. 50 ലക്ഷം രൂപയായിരുന്നു അവാർഡ്. ആ നേട്ടം നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് ഏറെ ചാരിതാർത്ഥ്യമായിട്ടുള്ള കാര്യം. മഹാത്മാ പുരസ്കാരവും സ്വരാജ് ട്രോഫിയും കൈവന്നതിലൂടെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നവീനമായിട്ടുള്ള വികസന സമീപനങ്ങളും ദീർഘവീക്ഷണങ്ങളും അടയാളപ്പെടുത്തുന്ന ഈ ചരിത്ര നേട്ടം ഈ ബ്ലോക്ക് പരിധിയിലെ 6 പഞ്ചായത്തുകളെയും ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം. ചെറുവത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും രോഗീ സൗഹൃദ അന്തരീക്ഷം, വാട്ടർ ATM, ആത്മഹത്യാ പ്രതിരോധ ക്ലിനിക്ക്, അതിജീവനം, സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി, സ്നേഹപഥം, സഞ്ചരിക്കുന്ന ആതുരാലയം തുടങ്ങി ഒട്ടനവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടപ്പാക്കാൻ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചു. ഇരട്ട നേട്ടം കൈവരിക്കാനായെന്ന വാർത്ത വന്നതിന് പിന്നാലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറയും മറ്റംഗങ്ങളും മധുരം വിതരണം ചെയ്ത് ആഹ്ലാദം പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.